മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല. രോഗിയുടെ ഇഷ്ടം നോക്കിയല്ല ചികിത്സ നിശ്ചയിക്കേണ്ടത്. ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോ പേഷ്യന്റിന്റെ ഹാർട്ട് ഒരു 747 തവണയാണ് മിടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞിട്ട് അവ അനുസരിക്കുന്നില്ല സാർ. എന്റെ പ്രിയപ്പെട്ട അനുജൻ ഓരോ നിമിഷം കഴിയും തോറും മരണത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് സാർ. എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? ഓ, തന്റെ അനിയനല്ലേ, പിന്നെ എങ്ങനെ വിവരം കാണും അല്ലേ? ഓപ്പറേഷൻ സമ്മതിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുമെന്ന് സാർ അങ്ങ് തീർത്ത് പറഞ്ഞാൽ മതി. നിവർത്തിയില്ലാതെ വരുമ്പോ അവ ഇറങ്ങിപ്പോവും, സമ്മതിക്കും. അതിന് ഉമ്മാർക്ക് ചിത്രകലയെ കുറിച്ച് വല്ലതും അറിയണ്ടേ? ശിവ, എന്താ മാവ? പുറപ്പെട്ടോളൂ. ഓരോ നിമിഷം കഴിയുന്തോറും മോളെ, എന്റെ മോളെ അകത്തേക്ക് പോയിക്കോളൂ. പോ, എനിക്ക് ശിവനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ മാവ? ഓരോ നിമിഷം കഴിയുന്തോറും നീ ചത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ ഒരു രോഗമില്ല മാവ. മാത്രമല്ല ഈ ഡോക്ടർ എനിക്ക് വലിയ വിശ്വാസമില്ല. മറ്റാരുടെയോ നിർബന്ധപ്രകാരം ഇദ്ദേഹം എന്നെ പരിശോധിച്ചാണെന്നും എനിക്ക് സംശയം. കഴിഞ്ഞ 5 വർഷമായി എന്നെ ചികിത്സിക്കുന്ന വിദഗ്ധനായ ഒരു ആർട്ട് സ്പെഷ്യലിസ്റ്റ് ആണ് അദ്ദേഹം. മെഡിക്കൽ സയൻസിന് തെറ്റുപറ്റുകയില്ല. കുറുപ്പ് സാറിന് അറിയാമോ? ബ്രോങ്കൈറ്റിസ്, പരാലിസിസ്, ബ്രെയിൻ ട്യൂമർ, ലിവർ ഫീവർ, വാദം, ലൂക്കേമിയ എന്നീ രോഗങ്ങളുടെ ഒരു മൂർത്തിമത് ഭാവമാണ് ഈ രോഗിയുടെ ശരീരം. അറിവുള്ളവർ പറഞ്ഞ അനുസരിക്കണം. ഇപ്പൊ തന്നെ ആശുപത്രി തിരിച്ചോളൂ. എനിക്കൊരു അസുഖവും ഇല്ല കുറുപ്പമാവ. സൗകര്യപ്പെട്ടാൽ ഇന്ന് രാത്രി തന്നെ ഞാൻ ഇവനെ ഓപ്പറേറ്റ് ചെയ്യും. മിക്കവാറും താൻ എന്റെ കയ്യിൽ. കുറുപ്പ് സാർ എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് ആശുപത്രിയിൽ എത്തിച്ചു തന്നാ മതി. ശിവനോടാണ് പറഞ്ഞ ഡോക്ടറെ കൂടെ ചെല്ലാൻ. എന്റെ പൊന്നു കുറുപ്പമാവ, എനിക്കൊരു അസുഖം ഇല്ല. ഉണ്ട്. മുദ്രപത്രത്തിൽ അവരെ ഒപ്പിട്ടെടുക്കുന്ന കാശ് ഞാൻ കൊടുത്തോളാം. തന്നോടാണ് ഞാൻ പറഞ്ഞത്, അനുസരിക്കാൻ പറഞ്ഞത്. നീണ്ട കഥയുണ്ട്. കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. കേൾക്കണം. കേൾക്കണ്ട. അസുഖം ഉണ്ടോ നീ തന്നെ സമ്മതിച്ചല്ലേ? ചികിത്സിക്കാതെ രോഗം പെട്ടെന്ന് ഭേദമായോ? അന്ന് സമ്മതിച്ച അന്നത്തെ തായരി മകനായി പോയതാണ്. എടോ, ഓപ്പറേഷൻ ചെയ്യാൻ താൻ ഇന്ന് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാതെ പിന്നിലെ കർത്തവ്യം ആരാണെന്ന് എനിക്കറിയാം. എന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പെൺകുട്ടിയാണ് ശോഭ. ഏത് സാഹചര്യത്തിലും ശോഭ എന്നെ വെറുക്കയില്ലെന്ന് എനിക്ക് വാക്ക് തരണം. വെറുപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വിവാഹം വേണ്ടെന്ന് പറയാമായിരുന്നില്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കുന്നില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് പെട്ടെന്നെല്ലാം മറക്കേണ്ടി വന്നാൽ ഇത് ഏത് കൊച്ചാണ് ഈ കിടന്ന് ഫോണടിക്കുന്നത്? വരൂ വരൂ, അകത്തേക്ക് വരൂ. നമസ്കാരം. നമസ്കാരം. വരൂ. തൊലച്ചു കെട്ടും കെട്ടി പന്നിക്കൊട്ടം പോലെ ഇറങ്ങിയിരിക്കാണല്ലേ? ഞാൻ പറഞ്ഞല്ലേ കല്യാണത്തിന് മുമ്പ് ഇങ്ങോട്ട് വരരുതെന്ന്. ഈ ഒറ്റ കാരണം കൊണ്ട് ഈ കല്യാണം നടന്നില്ലെന്ന് വന്നാലോ? പെറ്റ വയറിന്റെ ആദ്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഇവളുടെ നിർബന്ധം കാരണം എനിക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ലാതായി കുറുപ്പ് സാറേ. ഞങ്ങൾ വന്നെന്നും പറഞ്ഞ അവൻ ഈ കല്യാണം വേണ്ടെന്ന് പറയില്ല. ഞാനാണ് അവന്റെ അഡ്വൈസറി. ഞാൻ പറഞ്ഞ അവൻ കേൾക്കും. അതുകൊണ്ടാ ഞങ്ങൾ മേനോൻ ചേട്ടനെയും കൂടെ കൊണ്ടുവന്നത്. അമേരിക്കക്കാരനായതുകൊണ്ടൊന്നുമല്ല, എന്റെ മോൾക്ക് അവൻ എന്ന് പറഞ്ഞ ജീവനാ. അതുകൊണ്ടൊന്നല്ല, അവൻ എന്റെ മോനാ. ആരും അവന് ഇഷ്ടപ്പെട്ടു പോകും. എന്റെയും മോന. അവരിവിടെ ഉണ്ടോ? ആ ഉണ്ട്. ശോഭേ, ശോഭേ, ഇവിടെ ആ മോനെ, മോളെ, നല്ലൊരു കാര്യം നടക്കാൻ പോവാണ്. എന്തായാലും എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച, എന്തൊരു പൊരുത്തം. ഇതെന്ത് പ്രശ്നം ഉണ്ടാക്കരുത്, ചൂടാവരുത്, ചളമാക്കരുത്. മോനെ, ഞാൻ ഇവരോട് വരണ്ടാന്ന് പറഞ്ഞ, പക്ഷെ വന്നു. ഇനി കാര്യങ്ങൾ മംഗളമായിട്ട് നടക്കണം. ഞാനാണ് പറഞ്ഞത്, ബോറാവരുത്. നിങ്ങൾക്കൊരു നീ ഇവിടെ ഡ്രൈവറായിട്ടല്ലേ അതൊക്കെ കണ്ടുപിടിച്ചു പിടിച്ചു. അതല്ല ചുമ്മാരോട് ഞാൻ അവൻ ചൂടാകാൻ നോക്കുമ്പോ താനെ നശിപ്പിക്കുമല്ലേ? എന്റെ മോൻ എവിടെ? മോനെ ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് പറയുന്നേ. ദാ നിൽക്കുന്നു.
അയ്യോ ഇതല്ല. ഇതെന്റെ മോനല്ല. അയ്യോ കല്യാണം അറിയിക്കണ്ടെന്ന് പറഞ്ഞെന്നും പറഞ്ഞ് സ്വന്തം മോനല്ലാന്ന് ഒരിക്കലും പറയരുത്. ഇതൊക്കെ ഒരു തമാശയല്ലേ? കള രണ്ടൊരു മോനേന്ന് വിളിക്കാം. എന്റെ പട്ടി വിളിക്കും. ഓഹോ ഇതൊക്കെ പോരാഞ്ഞിട്ട് അതിനെ കുടിഞ്ഞ് കെട്ടിയെടുത്തിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ വീട്ടിനകത്ത് നായ്ക്കളെ അങ്ങനെയല്ലേ എനിക്ക് തോന്നി. എന്താ തന്നെ ഇതിനകത്ത് കയറ്റിയുണ്ടോ? അല്ല, ഇവനെ കയറ്റിയതുകൊണ്ട്. എന്റെ ഡ്രൈവറായി വന്ന ഈ നായെ കയറ്റിയതുകൊണ്ട്. പറയാ പിള്ളേരെ മോനെ ഇവിടെ. അപ്പൊ ഇവനല്ലേ ഇങ്ങടെ മോൻ? അല്ല, അമേരിക്കക്കാരനാണോ? അവൻ തന്നെ അവനല്ല. അവൻ തന്നെ അവനല്ല ഇവൻ. പിന്നെ അവനെവിടെ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത്. എന്റെ മകൻ ഓ മാധവൻ എവിടെയെന്ന്. എം.എ. ധവാൻ. പറയണ എന്റെ മോനെ ഇവിടെ. നമ്മളെ പഠിച്ചല്ലോ. എന്റെ തല ആരെങ്കിലും തുറന്നതാ. അയ്യോ ഇറങ്ങി പിടിക്കാവനെ. എടാ സാമദ്രോഹി, മേലാലി പണി ചവിട്ടിയാ നിന്റെ എല്ലി ഞാൻ തല്ലി ഓടിക്കും. അയ്യോ കുറുപ്പ് സാറവൻ പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. പോവുക. എല്ലാം പൊളിഞ്ഞത് പറഞ്ഞാ മതിയടാ ശിവ. മാധവന്റെ തന്തയും തള്ളയും വന്നു. വലിയ വീട്ടിലെ പെണ്ണെ കയറി പ്രേമിച്ച് ഈ ദരിദ്രവാസി സ്വന്തം കഞ്ഞി പാറ്റ കിട്ടും. ഇനി ഒരു ജോലിക്ക് എവിടെ പോവും? ഈ ഒരലില്ലേ ഒരല്, ഒരല് മതത്തിനോട് എന്ന് പറയുന്നത് പോലെ. അറിയാ, അതിനേക്കാൾ കഷ്ടമല്ലേ എന്റെ കാര്യം. ഞാൻ വഴിയാധാരമായില്ലേ. ആ ദാമു ശക്തിമത്തായ ഒരു പാല കൊണ്ടുവന്ന് എന്നെ കുത്തി വെളിയിലാക്കിയില്ലേ. അപ്പൊ ഇനി എന്താ നിന്റെ പരിപാടി? ഒരു കാമുകന്റെ എല്ലാ ശക്തിയോടും കൂടി ഞാൻ തിരിച്ചടിക്കും. ശോഭയെ ഞാൻ മനസ്സുകൊണ്ട് വഞ്ചിച്ചിട്ടില്ല. സത്യം പറഞ്ഞപ്പോഴൊക്കെ അവൾ വിശ്വസിച്ചിട്ടില്ല. ഞാൻ എന്ത് ചെയ്യാനാ? എടാ, സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും മരിച്ചെറിഞ്ഞ മനുഷ്യർ ജീവിച്ച ഈ ലോകത്ത് നമ്മൾ എന്തിനാടാ ശപ്പന്മാരായിട്ടിരിക്കുന്നത്? വാ. ഇവിടെ ആരും ഇല്ലേ? എന്ത് പറ്റി നോക്കിയില്ലേ? ഇവിടെ ആരും എന്ത് പറ്റി? ഒന്നും കൂടെ കയറി വാളോ. വക്കീലേ, വക്കീലേ, വാക്കീലേ. എവിടെയാണപ്പാ ഈ കുറുപ്പ് എന്റർപ്രൈസസ്? ഇവിടെ ആരും ഇല്ലേ? ഉണ്ട്. ആരാ? ഞാനാ. ഏത് ഞാൻ? ഞാനാ. ഞാനോ? ഞാനാ. ഈ കുറുപ്പ് എന്റർപ്രൈസസ് ഉണ്ടല്ലോ. എന്റർപ്രൈസിംഗ് കുറിപ്പോ? ഞാനൊരു കുറിപ്പാ. പക്ഷെ എന്റർപ്രൈസിംഗ് കുറിപ്പല്ല, ഓമക്കുറിപ്പാ. കേട്ടിട്ടുണ്ടോ ഇല്ലേ? ഓ, നമ്മളാരാ? അല്ല, ഞാൻ ആ. കുറുപ്പ് എന്റർപ്രൈസസിലെ ചെമ്മീൻ എക്സ്പോർട്ട് ഉണ്ടല്ലോ. ഇവിടെ ഞാനൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ. ഈ മാനേജിംഗ് ഡയറക്ടർ ദാമോദരൻ നായരെ. ഇവിടെ അങ്ങനെ വല്ലതും മാനേജ് ചെയ്യാനുണ്ടെങ്കിലല്ലേ ഡയറക്ടർ ആവശ്യമുള്ളൂ. എന്റെ കേസെല്ലാം നോക്കുന്നത് ദാമുവാ. അവിടെ തന്നെ മാനേജ് ചെയ്യാൻ പെടുന്ന പാട് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അവനോ മറ്റാ ചിലപ്പോ ആയിരിക്കും. അല്ല, ദാമുവിന്റെ കയ്യിൽ ധാരാളം ബ്ലാക്ക് മണി ഉണ്ടെന്ന് പറയണ നേരാണ്. അയ്യോ അയ്യോ, ദാമുവിന്റെ കയ്യിലോ? നിങ്ങൾക്ക് തീർച്ചയായും ആളെ തെറ്റി. മാസത്തിൽ 400-500 രൂപ കൊടുക്കുന്നേ ബ്ലാക്ക് മണിയാ. നിങ്ങൾ പറയുന്ന ദാമുവിനെ കാണാൻ എന്താ വഴി? അവൻ ഇവിടെ ഉണ്ടായിരുന്നു. അവനെ തന്നെ ഞാനും നോക്കുന്നത്. എവിടെ? എപ്പോഴത്തേക്കാണ് ഇങ്ങനെ ഓടുന്നത്? എടോ വക്കീലേ, തന്റെ കയ്യില് ബ്ലാക്ക് മണി ഉണ്ടോ? പോക്കറ്റ് പണിയായിരിക്കും. അല്ലല്ല, ബ്ലാക്ക് മണി തന്നെ. ഇവിടെ നോക്ക്. തന്റെ ആരാത്? എന്റെ അങ്കിൾ. അങ്കിള് അവലക്ഷണം കേട്ട ലുക്ക്. എന്തൊക്കെ മണി സുഹൃത്ത് വിട്ടേക്ക് വിട്ടേക്ക് ഇവിടെ നിർത്തണം. ഞാനൊരു പാവയൊന്നുമല്ല ചരട് വലിക്കുന്നതനുസരിച്ച് ചാടാനും. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയ ഞങ്ങൾക്ക് കുറച്ച് ഛേദമുണ്ടടി. ഒരു ദാരിദ്ര്യവാസിയുടെ കൂടെ
പുറത്ത് പട്ടിണി കിടക്കാൻ ഞങ്ങളെ സമ്മതിക്കത്തില്ല. മോളെ, അറ്റൻബറോ പ്രഭുവിന്റെ വെടിയുണ്ടകളെ പോലും ഞാൻ ഭയന്നിട്ടില്ല. പക്ഷെ നീ കേവലം ഒരു ഡ്രൈവറെ കിട്ടിയാൽ പിന്നെ ഈ സർദാർ കൃഷ്ണക്കുറുപ്പ് ഒരു നിമിഷം പോലും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അച്ഛൻ പറയുന്ന അമേരിക്കക്കാരനെ കിട്ടിയാൽ അതേ സ്ഥിതി തന്നെയാവും എന്റേതും. നീ കൂടുതൽ വിസ്തരിക്കണ്ട. ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ നിശ്ചയിച്ച ആള് തന്നെ നിന്നെ കെട്ടും. എന്നാ അമ്മ തന്നെ അയാളെ കെട്ടേണ്ടി വരും. എന്താണ് വേണ്ട തങ്കം, കൈപ്രയോഗം വേണ്ട. ചൊല്ലിക്കൊട്, നുള്ളിക്കൊട്, തള്ളിക്കള, അത്രേ ഉള്ളൂ ഞങ്ങളുടെ കാര്യം. വാൾപ്പയറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ 20,000 രൂപയോളം നഷ്ടം വരും. ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി കോമക്കുറുപ്പും മാന്യനായ മെമ്പർ കൃഷ്ണക്കുറുപ്പും ഈ തുക തുല്യമായി വീതിച്ച് ക്ലബിൽ അടയ്ക്കേണ്ടതാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. ആ അഭിപ്രായം ഞാൻ പാടെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അടക്കാനാവാത്ത കോപം കൊണ്ടാണ് ഞാൻ സെക്രട്ടറിയെ തല്ലിയത്. അതിൽ നിന്നുണ്ടായ നഷ്ടം ക്ലബിന് എഴുതി തള്ളാവുന്നേ ഉള്ളൂ. ഓരോരുത്തരെ സംസാരിക്കും. വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ക്ലബിന്റെ പൊതുമുതൽ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല. നഷ്ടപരിഹാരം ഒറ്റയ്ക്ക് സഹിക്കാൻ എന്നെ കൊണ്ടാവില്ല. കാരണം ഇവിടെ ലഹരി ഉണ്ടാക്കി ഞാനല്ല. പിന്നെ ആര്? താനാ താനാ? താനാ പള്ളിയിൽ പോയി പറഞ്ഞാൽ തന്നെ അപ്പൂപ്പ ഇരിക്കുന്നുണ്ടോ? എപ്പോഴും വഴക്കുണ്ടാക്കുന്ന 2 മെമ്പർമാരെ ഉൾക്കൊണ്ട് ഈ ക്ലബിന് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. കുഴപ്പമുണ്ടാക്കുന്ന മെമ്പറെ പുറത്താക്കണമെന്നാണ് എന്റെ ബലമായ അഭിപ്രായം. എന്റെ ബലമായ അഭിപ്രായം അത് തന്നെ. തന്നെ പുറത്താക്കാനുള്ള അധികാരം എനിക്കുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് താൻ സ്വയം പുറത്തു പോടും. ഞാനെങ്ങോട്ട് പോയി? ഇന്ത്യൻ പീനൽ കോഡിൽ കൈവയ്ക്കാൻ എന്നെ നിർബന്ധിതനാക്കരുത്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റ് മെമ്പർമാർ പലതവണ ഇതിന് ശ്രമിച്ചതാണ്. എന്താ അങ്കിൾ, നിങ്ങൾ ക്ലോസ് റിലേറ്റീവ്സ് തമ്മിൽ സ്നേഹത്തിൽ പോകുന്നതല്ല നല്ലത്? എനിക്ക് പ്രശ്നമില്ല. നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. മര്യാദ ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ട് കാണിക്കും. ഇതൊരു അവസാന സന്ദർഭമാണ്. കഴിഞ്ഞ എല്ലാം മറക്കണം. ഇരുവരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എണീക്കൂ. ഞങ്ങൾ ഒന്നാണ്. എന്താ വിശ്വാസമായില്ലേ? എന്നാ കേട്ടോ, ബഹുമാനപ്പെട്ട മെമ്പർമാരെ, എന്റെ മകളെ അമേരിക്കയിൽ നിന്നും വന്ന മിസ്റ്റർ ധവാൻ വിവാഹം കഴിക്കുന്നു. അതുപോലെ അഡ്വക്കേറ്റ് മിസ്റ്റർ ദാമോദരൻ കോമണ്ണന്റെ മകളെ വിവാഹം കഴിക്കാൻ പോകുന്നതായി അറിഞ്ഞു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബ വീട്ടിൽ, എന്റെ വീട്ടിൽ ഒരേ പന്തലിൽ വെച്ച് ഈ 2 വിവാഹങ്ങളും ഞങ്ങൾ നടത്തും. കോമണ്ണൻ കല്യാണം കഴിയുന്നവരെ എന്നോടൊത്ത് താമസിക്കണം. വീട്ടിൽ ചെന്ന് മോളെയും കൂട്ടിക്കൊണ്ട് പോവാ. പെൺകുട്ടികളുടെ ഇഷ്ടമില്ലാതെ കല്യാണം നടത്തിയാൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കും. എടാ പുല്ലേ, നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ഈ നിൽക്കുന്ന കോമക്കുറുപ്പിന്റെ മകൾ അരുണെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. പിന്നെ കുറെ പുളിക്ക് അപ്പൊ തന്നെ ഓപ്പറേഷൻ ഓപ്പറേഷൻ സംസാരിക്കാൻ 7 കോപ്പിൽ അനിയൻ. ഒരുത്തൻ കയറി വർത്താനം പറയുന്നതിനിടയ്ക്ക് ഇവരുടെ ചേട്ടനുമല്ല ഞാനുമല്ല അനിയനുമല്ല. ചേട്ടന്റെ പുറത്തേക്ക് അല്ലെന്ന് പറഞ്ഞു അവനെ അടിക്കണ്ടേ? ഇവിടെ കണ്ട് വേണം കൂട്ടല്ലേ വല്ലതും പറയാനുള്ള വീട്ടിൽ ഞാൻ പറഞ്ഞു. ക്ലബിന് മുന്നിൽ ഇത്തരം വൃത്തിയാൻ അനുവദിക്കില്ല. ചെയ്യാനും പറയാനുള്ള വീട്ടിന്റെ അനിയന്റെ അയ്യോ അണ്ണാ, യവന്മാരെ എങ്ങനെ വിട്ടാ പറ്റൂല. വിട്ടാ പറ്റൂല.